കശ്മീരിലെ പുൽവാമ ജില്ലയിലെ മുറാൻ എന്ന സ്ഥലത്തെ വീടുകൾ തകർന്നു കിടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുറാനിലെ ഭീകരവാദി ബന്ധമുള്ള അഹ്സാനുൽ ഹക്ക് എന്ന ആളുടെ വീടിന് തൊട്ടടുത്തുള്ള വീട്ടിലാണ്. ഈ വീട്ടിന് അഹ്സാനുമായോ ഏതെങ്കിലും ഭീകരവാദികളുമായോ ബന്ധമില്ല എന്നുള്ളതാണ് ഇവർ കരഞ്ഞു പറയുന്നത്. പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയാൻ തയ്യാറല്ല. ഇവിടെ നമുക്ക് കാണാനാകും ചില്ലുകൾ തകർന്നു കിടപ്പുണ്ട്. ഇവിടെ ഈ ജനലുകൾ തകർന്നു കിടക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. ഇവർ ചോദിക്കുന്നുണ്ട്, ഇവിടുത്തെ ആളുകൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? പക്ഷേ അത് പരസ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ വന്നതെന്ന് പറയാൻ അവർ തയ്യാറുമല്ല. ഈ പരിസരത്ത് 20ഓളം വീടുകളിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ശരിക്കു പറഞ്ഞാൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു വീട് മാത്രമാണ് തീവ്രവാദ ബന്ധമുള്ള അഹ്സാനുൽ ഹക്കിൻ്റേത് എന്നുള്ളതാണ്. അത് ഈ കാണുന്ന വീടാണ്. ഈ കാണുന്ന വീട് മാത്രമാണ് അഹ്സാനുൽ ഹക്കിൻ്റേത്. എന്നാൽ 2 ഉഗ്ര സ്ഫോടനമാണ് ഉണ്ടായത്. 2 സ്ഫോടനം ഇന്നലെ രാത്രി ഉണ്ടായി. ഇതിൽ 2 സ്ഫോടനത്തിൽ വലിയ തോതിലുള്ള ശബ്ദമുണ്ടായി. അതിൽ ഈ വീട് പൂർണ്ണമായും തന്നെ തകർന്നു പോകുന്നതാണ് പിന്നീട് കണ്ടത്. ഇന്നലെ രാവിലെ ഇവിടെ എത്തി അഹ്സാനുൽ ഹക്കിൻ്റെ ബന്ധുക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിന് പിന്നാലെ ഇവരോട് മാറിപ്പോകണമെന്ന നിർദ്ദേശവും പോലീസ് നൽകിയിരുന്നു. പരിസരവാസികളോടും പറഞ്ഞിരുന്നു മാറിപ്പോകണം, ഈ വീട് തകർക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. അത് അനുസരിച്ച് ഇവർ മാറിപ്പോയി. പക്ഷേ ഈ രൂപത്തിലുള്ളൊരു സ്ഫോടനം ഉണ്ടാകുമെന്നും വീടുകൾ പിന്നീട് താമസിക്കാൻ പോലും ആകാത്ത രൂപത്തിലേക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നോ ഇവർ കരുതിയിരുന്നില്ല. ആ വിധത്തിൽ പൂർണ്ണമായും തകർന്നിരിക്കുന്നു. പരിസരത്തെ വീടുകളൊക്കെ ഭൂരിഭാഗമോ തകർന്നു എന്നുള്ളതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. മാത്രമല്ല ഇനിയും ഇതുപോലത്തെ നടപടികൾ ഉണ്ടാകും. ഇത് ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടത്തിൻ്റെയും സൈന്യത്തിൻ്റെയും ഭാഗത്തുനിന്നാണ് ഈ നടപടി ഉണ്ടായത്. ഇന്നലെ പാൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നേരിട്ട് പങ്കെടുത്ത 2 ഭീകരവാദികളെ പോലീസ് അവരുടെ വീടുകൾ തകർത്തിരുന്നു. അവിടെ പ്രാദേശിക ഭരണകൂടവുമായി ചേർന്നാണ് നടപടി പൂർത്തീകരിച്ചത്. ഇന്നിപ്പോൾ പുൽവാമ ജില്ലയിലെ മുറാനിലെ ഒരു വീടാണ്, ഭീകരവാദിയുടെ വീടാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത്. ബന്ധുക്കളെയൊക്കെ ഇവിടെ നേരത്തെ മാറ്റി പലരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഏതായാലും വലിയ വിഷമത്തിലാണ് ഈ പരിസരവാസികൾ എന്നതാണ് നമ്മൾ ഇവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ അവർക്കത് പരസ്യമായി പറയാൻ പരിമിതികളുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ജമ്മു കശ്മീരിലെ മുറാനിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്,